ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർക്ക് സിസ്റ്റം കോളിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം, ഞാനിവിടെ എഴുതിയിട്ടില്ല. ഡാഷ് സിസ്റ്റം കോൾ ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ചൈൽഡ് പ്രോസസ്. അതിൽ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റ് ന്യൂ, ഫോർക്ക് ന്യൂ എന്നുണ്ട്. സോ നമുക്കറിയാം ആൻസർ ഫോർക്ക് എന്നുള്ള സിസ്റ്റം കോളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. UGC നെറ്റ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനും നെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഇത് നമുക്ക് നോക്കാം. അസ്യൂമിംഗ് ദാറ്റ് ദി ഫോർക്ക് സിസ്റ്റം കോൾ നെവർ ഫെയിൽസ്, കൺസിഡർ ദി ഫോളോയിങ് പ്രോഗ്രാം P1 ആൻഡ് P2 എക്സിക്യൂട്ടഡ് ഓൺ എ ലിനക്സ് ഓർ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹൗ മെനി ടൈംസ് ഹാപ്പി വിൽ പ്രിന്റ്? രണ്ട് പ്രോഗ്രാംസ് തന്നിട്ടുണ്ട്, രണ്ടിലും പ്രിന്റ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് ഹാപ്പി എന്നുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് പ്രോഗ്രാം കൺസിഡർ ചെയ്യാം. ഇവിടെ 3 ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഹാപ്പി പ്രിന്റ് ചെയ്യാനുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു ഫോർക്കിന്റെ 3 ചൈൽഡ് പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ആവുമ്പോൾ താഴത്തെ ലെവലിൽ വരുന്ന ആ പ്രോസസ്സുകളിലാണ് പ്രിന്റിംഗ് നടക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ പ്രോഗ്രാം കൺസിഡർ ചെയ്ത് നോക്കിയാൽ ഇതിൽ ഓരോ ഫോർക്കിലും പ്രിന്റിംഗ് ചെയ്തുകൊണ്ടാണ് അടുത്ത ഫോർക്കിലോട്ട് പോകുന്നത്. ഈ ഒരു ഫസ്റ്റ് പ്രോഗ്രാമിൽ ഫോർക്ക് എന്നുള്ള 1 by 1 ആയിട്ട് വന്നിട്ട് ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് എത്ര എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ 2n, ചൈൽഡ് പ്രോസസ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2n-1 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. 3 ടൈംസ് ഫോർക്ക് സിസ്റ്റം കോൾ വന്നിട്ടുണ്ട്. സോ 2^3 എന്ന് പറയുമ്പോൾ 8 കിട്ടും. അവിടെ 8 ടൈംസ് പ്രോസസ് എക്സിക്യൂഷൻ നടക്കും. ഏറ്റവും താഴത്തെ ലെവലാവുമ്പോൾ 8 പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ആ 8 പ്രോസസ്സുകൾ ഓരോ തവണ വെച്ചിട്ട് ഹാപ്പി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആൻസർ ആണ് ഫസ്റ്റ് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം നോക്കാം. ഇവിടുത്തെ കേസിൽ ഓരോ ഫോർക്കിലും പ്രിന്റ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂഷൻ നടക്കുന്നത് രണ്ടിലും സിമിലർ ആണ്. പക്ഷെ ഇവിടെ പ്രിന്റിംഗ് എത്ര തവണ നടക്കുന്നുണ്ട് നോക്കാം. ഫോർക്ക് ഇത് നമുക്ക് ഇക്വേഷനെ മാറ്റിയിട്ട് ട്രീ സ്ട്രക്ചറിൽ ചെയ്ത് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇത് മാത്രമായിട്ട് ഒരു ISROന്റെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത് മാത്രം. ഇനി ഇവിടെ ഫസ്റ്റില് ഈ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് ഫോർക്ക് എന്നുള്ള സിസ്റ്റം കോൾ വന്നു. ഫോർക്ക് എന്നുള്ള സിസ്റ്റം കോൾ വന്നാൽ ഉടനെ ചെയ്യേണ്ടത് ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ ഒരു പാരന്റ് ഉണ്ട്, പാരന്റിൽ നിന്ന് ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. P എന്നുള്ള പാരന്റ് പ്രോസസ്സാണ്. അപ്പോൾ Pയുടെ തന്നെ ഒരു കോപ്പിയും വരും, ഒപ്പം ഇതിൽ നിന്നുണ്ടാവുന്ന ചൈൽഡ് പ്രോസസ്സ് C1 കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു സിസ്റ്റം കോൾ ആണ് ഇവിടെ നിന്ന് നമുക്ക് ഒരു പാരന്റ് പ്രോസസ്സും ചൈൽഡ് പ്രോസസ്സും ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രിന്റ് ഓഫ് ഹാപ്പി എന്നുള്ളത്. ഈ 2 പ്രോസസ്സുകളും ഹാപ്പി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരുമ്പോൾ വീണ്ടും ഫോർക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ വീണ്ടും ഇത് രണ്ടിനെ പാരന്റ് പ്രോസസ്സായി കൺസിഡർ ചെയ്തിട്ട് രണ്ടിൽ നിന്നും ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ Pയുടെ തന്നെ ഒരു കോപ്പി വരും, ഒപ്പം പുതുതായിട്ടൊരു ചൈൽഡ് പ്രോസസ്സും കൂടി ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ചൈൽഡ് പ്രോസസ്സിനെ പാരന്റായി കൺസിഡർ ചെയ്തിട്ട് ഇതിൽ നിന്നൊരു C1ന്റെ തന്നെ ഒരു കോപ്പിയും വരും, ഒപ്പം പുതുതായിട്ടൊരു പ്രോസസ്സും ക്രിയേറ്റ് ചെയ്യും. ഇനി ദാറ്റ് മീൻസ് ഈ ഒരു ഫോർക്കാണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഹാപ്പി പ്രിന്റ് ചെയ്യാനാണ്. ഈ ഒരു 4 പ്രോസസ്സുകളിലും ഹാപ്പി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ വീണ്ടും ഫോർക്ക് സിസ്റ്റം കോൾ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ വീണ്ടും ഈ ഒരു 4 പ്രോസസ്സുകളും വീണ്ടും ഫോർക്ക് ചെയ്തിട്ട് ഇതിന്റെ തന്നെ ഒരു പാരന്റ് പ്രോസസ്സിന്റെ തന്നെ ഒരു കോപ്പി വരും, ഒപ്പം ഇതിന്റെ ചൈൽഡ് പ്രോസസ് C4 കൊടുക്കാം. ദെൻ C2ന്റെ തന്നെ കോപ്പി, ദെൻ C5 കൊടുക്കാം. ഇതിൽ നിന്ന് C1ന്റെ തന്നെ കോപ്പി, ദെൻ C6, ഇതിൽ നിന്ന് C3യുടെ തന്നെ ഒരു കോപ്പി, പിന്നെ ഒരു ചൈൽഡ് പ്രോസസ്സ്. അങ്ങനെ ഇവിടെ 8 പ്രോസസ്സുകൾ വന്നു. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ഹാപ്പി. അപ്പൊ വീണ്ടും ഇതെല്ലാം പ്രിന്റ് ചെയ്യും, ഹാപ്പി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇങ്ങനെ അപ്പൊ ഇത് മൂന്നാമത്തെ ഫോർക്ക് സിസ്റ്റം കോൾ. സോ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഫോർക്കിൽ 2 പ്രോസസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഫോർക്ക് സിസ്റ്റം കോളില് 4 പ്രോസസ്സുകൾ, ദെൻ മൂന്നാമത്തെ ഫോർക്ക് സിസ്റ്റം കോളില് 8 പ്രോസസ്സുകൾ. ടോട്ടൽ നമുക്ക് 14 പ്രോസസ്സുകൾ നടന്നിട്ടുണ്ടായിരുന്നു. 14 പ്രോസസ്സുകളിലും ഹാപ്പി എന്നുള്ളത് പ്രിന്റ് ചെയ്ത്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 14 ആണ്. 14 ടൈംസ് ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് 14 ടൈംസ് ഹാപ്പി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. സോ ഇതിന്റെ ഫൈനൽ ആൻസർ 8 ഉം 14 ആണ്.
ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഗേറ്റ് 2019 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഫോർ ലൂപ്പും ഉണ്ട്, ഈഫ് ലൂപ്പും ഉണ്ട്. ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിലാണ് ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് നോക്കാം. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്. ദാറ്റ് മീൻസ് ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 9 വരെയാണ്. ഐ ലെസ് ദാൻ 10 വരെയാണ്, ഈക്വൽ ടു ഇല്ല. അപ്പോൾ 0 മുതൽ 9 വരെയാണ് ഐയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇഫ് ഐ മോഡ് 2 ഈക്വൽ ടു 0. ഐ മോഡ് 2 ഏത് കണ്ടീഷനിലാണ് 0 ആയി കിട്ടുന്നത്? നമുക്ക് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൽ ഈവൺ നമ്പേഴ്സ് ആവുമ്പോൾ മാത്രമേ 0 കിട്ടത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ 0, 2, 4, 6, 8. അപ്പൊ ഈ ഒരു 5 നമ്പേഴ്സ് വരുന്ന കേസസ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ, ദാറ്റ് മീൻസ് ഫോർക്ക് സിസ്റ്റം കോൾ അവിടെ വർക്ക് ആവുന്നുള്ളൂ. സോ ഇവിടെ 5 നമ്പേഴ്സ് ഉണ്ട്. 5 ടൈംസ് ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. 5 ടൈംസ് ഫോർക്ക് എക്സിക്യൂട്ട് ചെയ്യണം അതിലൂടെ. ദാറ്റ് മീൻസ് n is equal to 5 എന്ന് നമുക്ക് കിട്ടി. എന്ന് വെച്ചാൽ ഫോർക്ക് 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ഫോർക്ക് 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോസസ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 2 raised to 5 ആണ്. സോ 2 raised to 5 is equal to 32. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ടൈംസ് ദ പ്രോസസ് എക്സിക്യൂഷൻ വിൽ ബി ദർ എന്നാണ്. ഇവിടെ 32 ടൈംസ് പ്രോസസ് എക്സിക്യൂഷൻ നടക്കും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇത് ISRO എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. എയുടെ വാല്യൂ 10 ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇഫ് ലൂപ്പിന്റെ ഉള്ളിലാണ് ഫോർക്ക് സിസ്റ്റം കോൾ കൊടുത്തിട്ടുള്ളത്. ഈക്വൽ ടു 0 ആവുകയാണെന്നുണ്ടെങ്കിൽ A++. ദാറ്റ് മീൻസ് എയുടെ വാല്യൂ 10 ആയിരുന്നു. 10 എന്നുള്ളത് ഒരെണ്ണം ഇൻക്രിമെന്റ് ആയി വരും, എന്നിട്ട് A പ്രിന്റ് ചെയ്യാം. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ ഫസ്റ്റ് A ഡിക്ലെയർ ചെയ്തു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഈഫിൻ്റെത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോർക്ക് വന്ന ഉടനെ ഇവിടെ ഒരു പാരന്റ് പ്രോസസ്സിൽ നിന്ന് ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. പാരന്റ് പ്രോസസ്സിന്റെ കോപ്പിയും വന്നു, ചൈൽഡ് പ്രോസസ്സും വന്നു. ഇനി ഇവിടുത്തെ കണ്ടീഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ, 0 ആവുന്നത് എപ്പോഴാണ്? ചൈൽഡ് പ്രോസസ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ചൈൽഡ് പ്രോസസ്സിന്റെ കേസിൽ 0 ആയിരിക്കും. അപ്പൊ ഈ 0 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഇവിടെ എയുടെ വാല്യൂ 10 ആയിരുന്നു, ഇൻക്രിമെന്റ് ചെയ്തിട്ട് എയുടെ വാല്യൂ 11 ആയി മാറി. എന്നിട്ട് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ ഔട്ട്പുട്ടിൽ ഒരു 11 വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ സപ്പോസ് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇവിടെ പാരന്റ് പ്രോസസ് ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് ഇതിലോട്ട് പോകും. എ പ്രിന്റ് ചെയ്യും. എയുടെ വാല്യൂ എന്തായിരുന്നു? 10 ആയിരുന്നു നമുക്ക് ഉള്ളത്, ഇൻക്രിമെന്റ് ചെയ്തില്ലല്ലോ. അപ്പൊ ഇവിടെ 10 തന്നെയാണ്. ദാറ്റ് മീൻസ് ഇവിടെ 10 എന്നും പ്രിന്റ് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. 10 and 11, 10, 11, 11 and 11. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ 10ഉം 11ഉം ആണ്. സോ ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഇനി ഇതിൽ ഓപ്ഷനിൽ തിരിച്ച് തന്നിട്ടുണ്ടെങ്കിലും ആൻസർ കറക്റ്റ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും, ഏത് ആദ്യം വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ 10 and 11 വന്നാലും 11 and 10 എന്നുള്ള ഓപ്ഷൻ വന്നാലും രണ്ടും ആൻസർ കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്ത് നോക്കാം. ഇതിനകത്ത് 3 ഫോർക്ക് സിസ്റ്റം കോൾ വന്നിട്ടുണ്ട്. ഈ 3 ഫോർക്ക് സിസ്റ്റം കോൾസിന് ഞാൻ ഓരോ പേര് കൊടുക്കാം. F1, F2, F3. ഓക്കെ. ഇനി ഈ ഒരു സിസ്റ്റം കോളിൽ 3 ഫോർക്ക് സിസ്റ്റം കോൾ മാത്രമല്ല, ഒരു ലോജിക്കൽ ഓർ ഓപ്പറേറ്ററും കൂടി വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഫോർക്ക് എന്നുള്ളത് വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം 1 അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സുകളിൽ 1 എന്ന് പ്രിന്റ് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഇനിയിപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, ഡയറക്റ്റ് പ്രിന്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ സാധ്യത ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയ ഡയറക്റ്റ് റിട്ടേൺ എന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രിന്റ് എഫ് എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞു. ഇവിടെ ഈ ഈഫ് ലൂപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു പ്രോസസ്സ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന നോക്കാം. ഇവിടെ ഓർ ഓപ്പറേറ്റർ വന്നത് കാരണം ഞാൻ ഇവിടെ ഇതിന്റെ ഓറിന്റെ ഒരു ട്രൂ ടേബിൾ വരച്ചിട്ടിട്ടുണ്ട്. നമുക്കത് യൂസ്ഫുൾ ആകും. ഫസ്റ്റിൽ ഈ ഒരു ഫോർക്ക്, ദാറ്റ് മീൻസ് F1 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരന്റ് പ്രോസസ്സും അതിൻ്റെ തന്നെ ഒരു ചൈൽഡ് പ്രോസസ്സും ക്രിയേറ്റ് ആകും. C1 എന്ന് കൊടുക്കാം. പാരന്റ് പ്രോസസ്സ് റിട്ടേൺ ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. C1 ദാറ്റ് മീൻസ് ചൈൽഡ് പ്രോസസ്സ് റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. ഇനി ഇതിലെ പാരന്റ് പ്രോസസ്സ് കൺസിഡർ ചെയ്ത് നോക്കാം നമുക്ക്. പാരന്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 അല്ല. 0 അല്ലാത്ത കേസിൽ ഇവിടെ
1 ആയിരിക്കാം എന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ഓർ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ 1 കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ട്രൂത്ത് ടേബിൾ അനുസരിച്ച് നമുക്ക് 1 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ മതി. അതും ഇവിടെ വന്നേക്കുന്നത് ഫസ്റ്റിൽ ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡ് ചെക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ ഈ ഒരു സിസ്റ്റം കോളിലേക്ക് പോവില്ല. ഡയറക്റ്റ്ലി നമ്മളത് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഡയറക്റ്റ് നെക്സ്റ്റ് ഫോർക്കിലോട്ട് പോകും. ദാറ്റ് മീൻസ് F3 പോകും. അതിന് മുന്നേ ഞാനിവിടെ ഇത് എഴുതാം. ഇത് F1 ആയിരുന്നു. അതിനുശേഷം ഇനി പോകുന്നത് F3 എന്നുള്ള സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പിയുടെ ഒരു കോപ്പിയും വരും. പുതുതായിട്ട് C2 എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ടൊരു ചൈൽഡ് പ്രോസസ്സും ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ഇവിടെ വന്നേക്കുന്നത് F3 എന്നുള്ള ഫോർക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് printf1. ഇനി ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് പ്രോസസ്സുകളും 1 എന്ന് പ്രിന്റ് ചെയ്യും. ഇവിടെയും 1 പ്രിന്റ് ചെയ്തു, ഇവിടെയും 1 പ്രിന്റ് ചെയ്തു. ഇപ്പോൾ ഒരു പാരന്റ് ഒരു സൈഡ് ഇവിടെ ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് സൈഡ് ഇനി ഫോൾസ് ആവുന്ന കണ്ടീഷൻ നോക്കാം. ദാറ്റ് മീൻസ് ഇവിടെ 0 വരുന്ന കണ്ടീഷൻ. 0 വരുമ്പോൾ ഉറപ്പായിട്ടും അടുത്ത കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ 1 വരാം, അല്ലെങ്കിൽ 0 വരാം. അങ്ങനത്തെ കേസിൽ ഇവിടെ നിന്ന് വീണ്ടും ഫോർക്ക് ചെയ്ത് ഈ ഒരു ഫോർക്കാണ് നമ്മൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് F2 ആണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നിന്ന് C1ന്റെ തന്നെ ഒരു കോപ്പിയും വരും. അതിൻ്റെതായിട്ടൊരു ചൈൽഡ് പ്രോസസ്സും ക്രിയേറ്റ് ചെയ്യും. ഇനി ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ 0 ആണ്, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് 0 വന്നു, ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ വന്നു. അപ്പൊ അങ്ങനത്തെ കേസിൽ അത് ട്രൂ ആയി. അപ്പൊ ട്രൂ ആയ കേസിൽ ഉറപ്പായിട്ടും അടുത്ത ഫോർക്ക് ദാറ്റ് മീൻസ് F3 എക്സിക്യൂട്ട് ചെയ്യും. F3 എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു C1 എന്നുള്ളത് ഇവിടെ പാരന്റ് പ്രോസസ് ആണ്. അപ്പൊ അതിന്റെ ഒരു കോപ്പിയും ക്രിയേറ്റ് ചെയ്യും, ഒപ്പം അതിൻ്റെതായിട്ടൊരു ചൈൽഡ് പ്രോസസ്സും ക്രിയേറ്റ് ചെയ്തു. ഇത് F3 ആണ് എക്സിക്യൂട്ട് ചെയ്തത് ഇവിടെ. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നു. സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുമ്പോൾ പ്രിന്റ് ചെയ്യാനാണ് 1. രണ്ട് പ്രോസസ്സുകളും 1 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് കേസിൽ ഇവിടെ C3 എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ 0 മീൻസ് ഇവിടെ ചൈൽഡ് പ്രോസസ് ആയിരുന്നു. സോ ഈ ഒരു ഫോർക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല, ഡയറക്ട്ലി പ്രിന്റ് ചെയ്യും. C3 1 പ്രിന്റ് ചെയ്യും. ഇപ്പൊ ടോട്ടലി നമുക്കിവിടെ 5 ടൈംസ് ആണ് 1 പ്രിന്റ് ചെയ്യുന്നത്. നമ്മുടെ ആൻസർ വന്നിട്ട് 5 ടൈംസ് 1 എന്ന് പ്രിന്റ് ചെയ്യും. സോ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഓർ ഓപ്പറേറ്ററിന് പകരം ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ ചെയ്തേക്കുന്നത് 5 പ്രോബ്ലംസ് എടുത്തിട്ടുണ്ടായിരുന്നു. 5 പ്രോബ്ലംസും ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.